പ്രത്യേകിച്ചും ജിതുവിനെ പോലുള്ള ഒരാള്. കാരണം അത്രയും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ജിതു വന്നിട്ടുള്ളത്. ജിതുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ ജിതുവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം അറിയാം. അതിന് മുമ്പും എനിക്ക് തോന്നുന്നു ഒരു വട്ടം ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ജിതുവിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു അറൗണ്ട് ഒരു 80 lakhs വർക്ക് വരുന്ന ഒരു മെർസിഡീസ് ബെഞ്ച് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഫ്യൂ ലാക്സ് ഓഫ് റുപ്പീസ് എല്ലാ മാസവും മോദിക്കർ ബിസിനസ്സിൽ നിങ്ങൾ വരുമാനമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇപ്പൊ എത്തിയ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതായത് നമ്മളെടുത്ത ചില ഡിസിഷൻസ് ഒരുപാട് ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ ചിലപ്പോൾ അവരും ചിലപ്പോൾ എടുക്കാൻ പേടിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ചില ഡിസിഷൻസ് ഒന്ന് പറയാമോ? ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാര്യം ഏറ്റവും വലിയ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വലിയൊരു ഡിസിഷൻ ആയിരുന്നു. കൺസിസ്റ്റൻസി സാർ എപ്പോഴും പറഞ്ഞൊരു പോയിന്റ് ആണ്. കൺസിസ്റ്റന്റ് ആയവർക്ക് വേർഡിൽ നിന്ന് നേടാൻ സാധിക്കുള്ളൂ. ഒന്ന്, ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നു. രണ്ടാമത്തെ സംഭവം, എനിക്ക് എല്ലാവരോടും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, നന്ദി ഉണ്ടായിരുന്നു. കാരണം എന്നെ കൈപിടിച്ചുയർത്തിയ ആളുകളോട് ഒരു തീരാത്ത നന്ദി. ഈ ഗ്രാറ്റിറ്റ്യൂഡും കൺസിസ്റ്റൻസിയും കൂടെ മെർജ് ചെയ്തപ്പോഴാണ് എനിക്ക് വലിയ സക്സസ് ഉണ്ടായെന്ന് ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് നമ്മുടെ വിജീഷ് കുമാർ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തായാലും പറയേണ്ടി വരും. കാരണം ആളാണ് നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ വലിയൊരു താങ്ക്സ് നമുക്ക് വിജീഷിന് കൊടുക്കാം. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ദിനേഷിനെയും വലിയൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്, എനിക്കിവിടെ ഇരിക്കാൻ സാധിച്ചത്. ഇതൊരു വലിയൊരു ജേർണിയാണ്, ഒരു വലിയ തുടക്കമാണ്. Not only for Modicare, entire direct selling industry will be a promising industry in coming years. Already അതൊരു വലിയ രീതിയിലേക്ക് മെർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി നിങ്ങൾ പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, വേറെന്തായിരിക്കും നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാക്ടീസ്, നിങ്ങൾ ചെയ്ത ഡിസിഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? തീർച്ചയായിട്ടും. ആ രഹസ്യം പറയും. സീക്രട്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ യൂണിവേഴ്സൽ ലോയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മള് മനസ്സറിഞ്ഞ് നമ്മള് പ്രകൃതിയോട് നമ്മൾ എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ അത് കിട്ടും എന്നുള്ളൊരു തോട്ട് പ്രോസസ് എന്റെ ഉള്ളിലുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഞാൻ പിശുക്ക് കാണിക്കാറില്ല. ഞാൻ 100% ഞാനത് ആഗ്രഹിക്കാറുണ്ട്. അതെനിക്ക് വേണം 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 എന്നുള്ളൊരു ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും, സമൂഹം മൊത്തം പറയുകയാണ് നിന്നെ കൊണ്ടത് സാധിക്കില്ല. എന്തായാലും കുറെ ആളുകൾ വളരെ വലിയ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ആളുകൾ മൊത്തം നെഗറ്റീവ് പറയുമ്പോഴും എന്റെ ഉള്ളിൽ അത് നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് യൂണിവേഴ്സ് നേടിത്തരുന്നുള്ളൊരു ഭയങ്കര വിശ്വാസം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മൾ ആൽക്കമിസ്റ്റ് ബുക്കില് നമ്മൾ പൗലോ കോയിലോ പറയുന്ന പോലെ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം ഒരു ഗൂഢാലോചന നടത്തുന്ന പറഞ്ഞ പോലെ നമ്മളത് പ്രപഞ്ചത്തിന് കൊടുത്തപ്പം നമുക്കത് പ്രപഞ്ചം ചെയ്ത് വളരെ ഈസിയായിട്ട് നമുക്ക് തന്നു. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഒരു സ്പിരിച്വൽ ലെവലിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ലെവലിലാണ് സംസാരിക്കുന്നത്. ബി പ്രാക്ടിക്കൽ. ഞാൻ ചോദിക്കുന്നത്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ചില ഡിസിഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ ലീഡർഷിപ്പ്, അതുപോലെ നമ്മുടെ സിസ്റ്റം, ഡ്യൂപ്ലിക്കേഷൻ, അതിന്റെ ഒരു പ്രോസസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം ഒരു വലിയ ഘടകം തന്നെയാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഇപ്പൊ ഞാനൊരു പ്രോസസ് ചെയ്തിട്ട് അതിന്റെ ടീമിലേക്ക് കൊടുക്കുമ്പോൾ അത് ടീമിന് ഒരു പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട്, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഓൾറെഡി സാറൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിസ്റ്റം. ആ സിസ്റ്റത്തിലേക്ക് എനിക്ക് ടീമിനെ മെർജ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതിലേക്ക് എനിക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതൊരു വലിയൊരു സക്സസ് സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പം അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിസ്റ്റം ഉണ്ട്, നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റ് നോളജ് ടീമിന് കൊടുക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ നമ്മൾ സിസ്റ്റത്തിലേക്ക് മെർജ് ചെയ്യാൻ പറ്റിയതുമാണ് എൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പലപ്പോഴും ഇതൊരു പെട്ടെന്ന് പണക്കാരനാവുന്ന, കാരണം അത്രയും ഡാമേജ്ഡ് ആണ്. വളരെ ഫ്രാങ്ക്ലി നമുക്ക് ഈ ഒരു ടോക്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഡയറക്ട് സെല്ലിംഗ് മോഡൽ എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിന്റെ ഇമേജ് പലപ്പോഴും ഡാമേജ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾക്ക് ശരിക്കും ഒരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതായത് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് അസാധാരണമായ രീതിയിൽ വളരാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മോദിക്കർ എന്ന് പറയുന്ന ബിസിനസ്. അപ്പോൾ എനിക്ക് ഇതിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ ഇൻഡസ്ട്രിയുടെ ഒരു നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എസ്പെഷ്യലി ഇന്ത്യ ഒന്നും ആയിട്ടില്ല. ഒരു 1% പോലും ആയിട്ടില്ല. 1% ആകുകയാണെന്ന് പറയുകയാണെങ്കിൽ 146 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ 1,46,00,000 ആളുകളെങ്കിലും വരണം. ഇതാകെ ഇപ്പൊ നമ്മൾ മോദിക്കൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 60 ലക്ഷം ആളുകളെ മോദിക്കൽ വന്നിട്ടുള്ളൂ. ഒരു 1% പോലും ആയിട്ടില്ല. അവിടെയാണ് നമ്മളിപ്പം കാണുന്ന മെഴ്സിഡസ് ബെൻസും BMW ഒക്കെ എങ്കിൽ
ഇതൊരു 10% എത്തുമ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും നമുക്ക് എന്താ പറയാ, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു 2026-2030 ഇതിന്റെ യഥാർത്ഥ കാലഘട്ടം വരാൻ പോകുന്നുള്ളൂ. യാതൊരു സംശയവുമില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളും സ്ത്രീകളും ആയിരിക്കും ഇതിനകത്ത് അടിച്ചു കയറി വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകും.